ബിഗ് ബോസ് മലയാളം സീസൺ 3യിലെ 7ാമത്തെ ആഴ്ച അവസാനിക്കുമ്പോൾ ഇനി ഒരു എലിമിനേഷൻ കൂടി നടക്കാനുണ്ട്. വെള്ളിയാഴ്ച രാത്രി വരെയുള്ള വോട്ടിംഗ് നിലവാരമാണ് ഇപ്പോൾ പറയുന്നത്. ഈ ആഴ്ച നോമിനേഷനിൽ 8 പേരാണ് വന്നിരിക്കുന്നത്. കട്ടയ്ക്ക് പോരാട്ടമാണ് ഈ ആഴ്ച നടന്നത്. കാരണം വോട്ട് സ്പ്ലിറ്റായി പോകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഈ ആഴ്ചയിലെ വീക്ക്ലി ടാസ്കിലെ പെർഫോമൻസ് വോട്ടിങ്ങിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കാരണം പറയുകയാണെങ്കിൽ ഇത്രയും നാളും സജിന ഫിറോസ് ദമ്പതികളായിരുന്നു വോട്ടിങ്ങിൽ മുൻപന്തിയിലുണ്ടായിരുന്നത്. എന്നാൽ ഇവരെ പിന്തള്ളിക്കൊണ്ട് 19% വോട്ടുകൾ നേടി കിഡ്ലൻ ഫിറോസാണ് മുന്നിലേക്ക് കുതിച്ചു ചാടിയിരിക്കുന്നത്. ഇതിന് കാരണം തന്നെ കിഡ്ലൻ ഫിറോസിന്റെ ഈ ആഴ്ചയിലെ പെർഫോമൻസ് ആണ്. ഒതുങ്ങി നിന്ന കിഡ്ലൻ ഫിറോസ് തന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന മനുഷ്യനെ ബിഗ് ബോസ് വിളിച്ചുണർത്തി എന്ന് പറഞ്ഞ് ബിഗ് ബോസിന് താങ്ക്സ് പറഞ്ഞിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. കിഡ്ലന്റെ പുതിയ തന്ത്രങ്ങളും പെർഫോമൻസുമെല്ലാം വോട്ടിങ്ങിൽ നല്ലോണം പ്രതിഫലിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് സജന ഫിറോസ് ആണ്. ഇവർക്ക് ലഭിച്ചത് 17%. ഇവർക്ക് ബിഗ് ബോസ് വീട്ടിൽ ചില ഓളങ്ങളൊക്കെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് വോട്ടിങ്ങിൽ വന്നാലും ഇവരായിരുന്നു മുൻപന്തിയിൽ. ഈ ആഴ്ചയിലെ തുടക്കത്തിൽ ഇവർ തന്നെയായിരുന്നു മുൻപന്തിയിലുണ്ടായിരുന്നത്. പക്ഷേ ടാസ്കിലെ പെർഫോമൻസും ഫിറോസിന്റെ സമീപനവും ചില വാക്കുകളുടെ ഉപയോഗവുമെല്ലാം പ്രേക്ഷകരിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വോട്ടിങ്ങിൽ അത് പ്രതിഫലിച്ചതും. ഇവർക്കു പിന്നിലായി വരുന്നത് റംസാനാണ്. റംസാന് ലഭിച്ചിരിക്കുന്ന വോട്ടുകൾ 15%. റംസാനും ഈ ആഴ്ചയിലെ വോട്ടിങ്ങിൽ പിറകോട്ട് പോയിട്ടില്ല. റംസാന് പിന്നിലായി വരുന്നത് നോബിയാണ്. നോബിക്ക് ലഭിച്ചിരിക്കുന്നത് 13% വോട്ടുകളാണ്. നോബിക്ക് പിന്നിലായി 12% വോട്ടുകൾ നേടി സൂര്യയാണ് വരുന്നത്. പിന്നീട് വരുന്നത് അനൂപ് കൃഷ്ണനാണ്. അനൂപ് കൃഷ്ണന് ലഭിച്ചിരിക്കുന്ന വോട്ടുകൾ 11%. അനൂപിന്റെ ഈ ആഴ്ചയിലെ പ്രകടനവും വോട്ടിങ്ങിനെ ബാധിച്ചിട്ടുണ്ട്. പിന്നീട് അവസാനമായി വരുന്നത് സന്ധ്യയും ഭാഗ്യലക്ഷ്മിയുമാണ്. ഇതിൽ ഭാഗ്യലക്ഷ്മിക്ക് 7% വോട്ട് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ സന്ധ്യയ്ക്കാകട്ടെ 6%. ഈ ആഴ്ചയിലെ മുഴുവൻ വോട്ടിംഗ് നിലവാരം നോക്കുകയാണെങ്കിൽ സന്ധ്യയായിരുന്നു പിറകിൽ തന്നെ. എന്നാൽ മറ്റുള്ളവരുടെ വോട്ടിങ്ങിലെല്ലാം ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഈ ആഴ്ചയിലെ വീക്ക്ലി ടാസ്കിലെ പെർഫോമൻസ് വോട്ടിങ്ങിനെ ബാധിച്ചിട്ടുണ്ട്. കാരണം വോട്ടിങ്ങിൽ മുമ്പിലുണ്ടായിരുന്നവർ പിന്നിലോട്ട് വരികയും പിന്നിലുണ്ടായിരുന്നവർ മുന്നിലോട്ട് വരികയും ചെയ്തു. ഇതിന് ഉദാഹരണമാണ് കിഡ്ലൻ ഫിറോസിന്റെ വോട്ടിംഗ് നില പെട്ടെന്ന് തന്നെ ഉയർന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ ആഴ്ച സന്ധ്യയും ഭാഗ്യലക്ഷ്മിയുമാണ് പുറകിൽ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സന്ധ്യ പുറത്തു പോകും. പക്ഷേ ഈ ആഴ്ച 2 പേരാണ് പുറത്തു പോകുന്നതെങ്കിൽ സന്ധ്യയും ഭാഗ്യലക്ഷ്മിയുമാണ് പുറത്തു പോകുന്നത്. കാരണം ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ഒരാളെ പുറത്താക്കുന്നുണ്ട്. അതുകൊണ്ട് സന്ധ്യ ഇന്ന് തന്നെ പുറത്തു പോകും. ഭാഗ്യലക്ഷ്മി നാളെ പുറത്തു പോകുമോ എന്ന് കാത്തിരുന്നു കാണാം. ബിഗ് ബോസ് സംബന്ധമായ എല്ലാ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.